യെസ്, ഗ്രിഡ് മെത്തേഡിൽ ഒരു പോർട്രേറ്റ് ഫോട്ടോ വരച്ചെടുക്കുന്നതിന് ഒരു ഡ്രോയിങ് ഗ്രിഡ് ആപ്പ് വേണം. അപ്പോൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്പ് നിങ്ങൾക്ക് കാണാം. വിച്ച് ഓഫ് ദിസ് ഈസ് ബെസ്റ്റ്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നിലധികം ആപ്സ് നമ്മളെ കയ്യിലുണ്ട്. അതിൽ ഞാൻ പേഴ്സണലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, ഡ്രോയിങ് ഗ്രിഡ് ഫോർ ദ ആർട്ടിസ്റ്റ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലെ പേപ്പറിന്റെ സൈസ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ അതായത് ഓറിയന്റേഷൻ, അതായത് പേപ്പർ ഇങ്ങനെയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. സെക്കൻഡ് കാണുന്ന ഓപ്ഷൻ പേപ്പർ സൈസ് ആണ്. അത് നിങ്ങൾ ഏത് പേപ്പറാണോ വരക്കാൻ ഉദ്ദേശിക്കുന്നു ആ പേപ്പർ സെലക്ട് ചെയ്യുക. അതിൽ ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട്, A3 A4, പിന്നെ കസ്റ്റം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം താഴെ വരുന്ന ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കി വരക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അതായത് ഡയറക്റ്റ് ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക, അതല്ല നമ്മൾ ഗാലറിയിൽ നിന്നാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കാം. അപ്പോൾ ഗാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഇമേജിന്റെ ഏത് ഭാഗമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെച്ചാൽ അത് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം അഡ്ജസ്റ്റിന് ശേഷം മുകളിൽ കാണുന്ന ക്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. അതിന്റെ ടോപ്പിലായിട്ട് റാഡിയൽ ഗ്രിഡ് എന്നുള്ളൊരു ഓപ്ഷൻ, അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഗാലറിയിലോട്ട് മാറ്റി അതിൽ നോക്കി വരക്കാനുള്ളതല്ല. ഈ ഒരു ആപ്പിൽ വെച്ചിട്ട് തന്നെ നോക്കി വരക്കാനുള്ള എല്ലാ സെറ്റിംഗ്സും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ ടോപ്പിലായിട്ട് വരുന്ന കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. ഫസ്റ്റിൽ വരുന്ന ലൈന് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രിഡ് ലൈൻസ് പോയി കിട്ടും. ഈ രണ്ടാമത്തത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡയഗണലിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രോസ് ആയിട്ട് വരുന്ന ഈ ഒരു ലൈൻസും പോയി കിട്ടും. അതേപോലെ തന്നെ അതിന്റെ താഴെ വരുന്ന ഈ ലേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇതിന്റെ സ്ക്വയറിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാലും ആ സ്ക്വയറിന്റെ എണ്ണ അവിടെ കാണും. നെക്സ്റ്റ് വരുന്ന ഈ ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, സൂം ചെയ്തതിന് ശേഷം നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റിൽ വരുന്ന യുവർ വർക്ക്, നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കിന്റെ ലിസ്റ്റ്, ഗ്രിഡ് ഇട്ട് വെച്ച ആ ഒരു വർക്ക് ഉണ്ടല്ലോ അതിന്റെ ലിസ്റ്റ്. ഈ രണ്ടാമത് കാണുന്ന സൈസ് 1 സെൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ സ്ക്വയറിന്റെ സൈസ് സെലക്ട് ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തെ എഫക്റ്റ് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോർമൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഔട്ട്ലൈന്, അങ്ങനെ 3 എഫക്റ്റ് നമുക്ക് കാണാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരക്കുന്നവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വരക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗ്രിഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, പിന്നെ ഗ്രിഡിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ സെറ്റിങ്സും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് ലോങ് ആയിട്ട് മാറും. ഇതിൽ ഗ്രിഡ് പേപ്പറിൽ എങ്ങനെ യൂസ് ചെയ്യുക ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, പിന്നെ യൂട്യൂബിൽ വേറെ ഒരുപാട് വീഡിയോസ് ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 ആപ്സിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു, അതിലൊന്നെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രോയിങ് ഗ്രിഡ് ആപ്സിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.